ബലാത്സംഗ കേസ് പ്രതി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പച്ചയ്ക്ക് ന്യായീകരിച്ച് കോൺഗ്രസ് മുഖപത്രം. മികച്ച വിത്തുഗുണമുള്ള യുവനിരയെ ചവിട്ടിയരച്ച് കുലമൊടുക്കാൻ ഗൂഢാലോചന എന്ന മുഖപ്രസംഗം. കോൺഗ്രസിൽ ഉയർന്നു വന്നത് ജ്ഞാനതൃഷ്ണയുള്ള കത്തുന്ന സൂര്യന്മാരെന്നും വിശേഷണം. രാഹുലിനെ ഉമ്മൻചാണ്ടിയോട് തുലനപ്പെടുത്തി വെള്ളപൂശൻ. വീക്ഷണത്തിന്റെ വിവാദ മുഖപ്രസംഗത്തെ തള്ളിപ്പറഞ്ഞ് കോൺഗ്രസിലെ രാഹുൽ വിരുദ്ധ നേതാക്കൾ. രോഷം കൊണ്ട് വി.ഡി. സതീശൻ. മുഖപ്രസംഗത്തിനകത്ത് പറയുന്നത് ഇത് CPM-ന്റെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ. അവരോട് എഴുതിയവരോട് ചോദിച്ചോ, എനിക്കറിയാം. മുഖപത്രത്തെ തള്ളിപ്പറഞ്ഞ് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും. നാണക്കേടായതോടെ ഇടപെട്ട് സണ്ണി ജോസഫ്. വീഴ്ച പറ്റിയെന്നും നടപടി ഉണ്ടാകുമെന്നും വീക്ഷണം MD ജെയ്സൺ ജോസഫ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചതിൽ മലക്കം മറിഞ്ഞ കെ സുധാകരൻ. രാഹുൽ ചെയ്തത് വലിയ തെറ്റ്. രാഹുലിന്റെ തെറ്റ് ചെയ്തത് തെറ്റാണ്, മഹാതെറ്റാണ്. അതിൽ തർക്കമൊന്നുമില്ല. ഫോൺ വിളിച്ച് ഞാൻ പറയേണ്ടതുപോലെ ചൂടായി പറഞ്ഞിട്ടുണ്ട്. അത് രാഹുലിനോടുള്ള വ്യക്തിപരമായ താല്പര്യമല്ല. പക്ഷെ ഒരു രാഷ്ട്രീയ പ്രവർത്തകരെ ഹനിക്കുന്നതിന് മുമ്പ് അതിന്റെ മുൻ എന്ന് ആലോചിക്കുന്നത് നല്ലത്. രാഹുൽ വിഷയം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല ന്യൂസ് മലയാളത്തോട്. ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാവില്ല. പിന്നെ ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. അതൊന്നൊരു തെരഞ്ഞെടുപ്പ് വിജയമല്ല, അതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യം. അതിവിടെ എന്ത് രാഷ്ട്രീയ പ്രാധാന്യം? രാഹുൽ മാങ്കൂട്ടത്തിലും താനും തമ്മിലുള്ള സൗഹൃദം പാർട്ടി നടപടിയെ സ്വാധീനിച്ചിട്ടില്ല എന്ന് ഷാഫി പറമ്പിൽ. ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരയാൻ പല വഴി തേടി പോലീസ്. മൊബൈൽ ഫോൺ രാഹുലിന്റെ സ്റ്റാഫുകളുടെ കയ്യിലെന്ന സംശയം. ഇടയ്ക്ക് ഫോൺ ഓണാക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കാനെന്ന നിഗമനം. ഇന്നലെയും ഇന്നുമായി വാഹനം മാറിയത് 3 തവണ. പാലക്കാട് നിന്ന് പുറത്തേക്ക് പോയിട്ട് തിരികെ എത്തിയോ എന്നതിൽ അവ്യക്തത. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദങ്ങൾ തള്ളി അതിജീവിതയുടെ നിർണായക മൊഴി. രാഹുലിനെ പരിചയപ്പെടുന്നത് വിവാഹബന്ധമൊഴിഞ്ഞ് 5 മാസത്തിന് ശേഷമെന്ന് യുവതി. ഭർത്താവുമായി ഒരുമിച്ച് ജീവിച്ചത് 4 ദിവസം മാത്രമെന്നും മൊഴി. വാദങ്ങൾ സാധൂകരിക്കാൻ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ രേഖകൾ സമർപ്പിച്ച് മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ. കോൺഗ്രസിനെ വെട്ടിലാക്കി വീണ്ടും ശശി തരൂരിന്റെ മോദി വാഴ്ത്തൽ. മോദി സർക്കാരിന്റെ വികസന പദ്ധതികളിൽ മതവിവേചനമില്ല. PM ശ്രീയിൽ കാവ്യവൽക്കരണം കാണുന്നില്ല. കേരള സർക്കാരിനേക്കാൾ വികസനം നടപ്പാക്കുന്നത് കേന്ദ്രം. എപ്പോഴും മോദിയെക്കുറിച്ച് നെഗറ്റീവ് മാത്രം പറഞ്ഞാൽ മതിയോ എന്നും തരൂരിന്റെ ചോദ്യം. മലപ്പുറത്ത് ദിവ്യഗർഭം വാഗ്ദാനം ചെയ്ത് യുവതിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ വ്യാജസിദ്ധൻ പിടിയിൽ. അറസ്റ്റിലായത് മിറാക്കിൾ പാത്ത് എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമ സജിൽ ചെറുപാണക്കാട്. പ്രതി പരാതിക്കാരിയെ പരിചയപ്പെട്ടത് ആഭിചാരക്രിയകൾ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞ്. ആലപ്പുഴ കൈനകരിയിൽ ഗർഭിണിയെ കൊന്ന് കായലിൽ തള്ളിയ കേസിൽ 2ാം പ്രതിക്കും വധശിക്ഷ. 2ാം പ്രതി രജനിക്ക് വധശിക്ഷ വിധിച്ച് ആലപ്പുഴ സെഷൻസ് കോടതി. 1ാം പ്രതി പ്രബീഷിനും കോടതി നൽകിയത് വധശിക്ഷ. വിധിയിൽ സന്തോഷമെന്ന അനിതയുടെ കുടുംബം. കാമുകനും വനിതാ സുഹൃത്തും ചേർന്ന് അനിതയെ കൊന്നെന്ന് കേസ്. ഒതായി മനാഫ് വധക്കേസിൽ 1ാം പ്രതി ഷഫീഖിന് ജീവപര്യന്തം തടവ് ശിക്ഷ. തടവിനു പുറമെ 1 ലക്ഷം രൂപ പിഴയും ഒടുക്കണമെന്ന് മഞ്ചേരി കോടതി. ഷഫീഖ് PV അൻവറിന്റെ സഹോദരി പുത്രൻ. യൂത്ത് ലീഗ് നേതാവിനെ കുത്തിക്കൊന്നത് 1995 ഏപ്രിൽ 13-ന്. ഭീകരവാദി ഭീകര സംഘടനയാണെന്നും ഈ ജനാധിപത്യ വ്യവസ്ഥയോട് യോജിക്കാത്ത മതേതര സ്വഭാവത്തോട് യോജിക്കാത്ത ഒരു സംഘടനയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ അതിന് നമ്മൾ കൂട്ടു നിൽക്കാന്ന് പറഞ്ഞാൽ അത് അപകടമാണ്. ഇത് നമ്മൾ പറഞ്ഞാൽ നമ്മൾ സഖാവോ കമ്മ്യൂണിസ്റ്റോ ഇടതുപക്ഷമോ ഒക്കെ ആവുകയാണ്.
ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ പോരാട്ടം തുടർന്ന് സമസ്ത ലീഗ് വിരുദ്ധ പക്ഷം വെൽഫെയർ പാർട്ടിയുമായി കൂട്ടുകൂടുന്നത് അപകടകരമെന്ന് ഉമർ ഫൈസി മുക്കം. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സംസാരിക്കുന്നവരെ സഖാവാക്കുന്നു എന്നും ഉമർ ഫൈസി. ഹാൽ സിനിമ വീണ്ടും കാണാൻ ഹൈക്കോടതി. ഡിവിഷൻ ബെഞ്ച് ബുധനാഴ്ച വൈകിട്ട് ഹാൽ കാണും. തീരുമാനം സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ കത്തോലിക്ക കോൺഗ്രസ് സമർപ്പിച്ച അപ്പീൽ പരിഗണിച്ച്. ക്രൈസ്തവരെയും താമരശ്ശേരി ബിഷപ്പിനെയും സിനിമ ആക്ഷേപിക്കുന്നെന്ന് കത്തോലിക്ക കോൺഗ്രസ്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വൻ തീപിടുത്തം. അഗ്നിബാധ 9ാം നിലയിലെ AC ചില്ലർ യൂണിറ്റിൽ. വെൽഡിംഗ് ജോലിക്കിടെ തീപ്പൊരി വീണാണ് അപകടമെന്ന് പ്രാഥമിക നിഗമനം. രോഗികളെയെല്ലാം സുരക്ഷിതരാക്കി അതിവേഗ രക്ഷാപ്രവർത്തനം. അന്വേഷണം ആരംഭിച്ച് ഫയർഫോഴ്സ്. സൗദിയിൽ തടവിലുള്ള കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന നടപടികളിൽ പുരോഗതി. തുടർ നടപടികൾക്ക് ഫയൽ വിവിധ വകുപ്പുകളിലേക്ക് അയച്ച് റിയാദ് ഗവർണറേറ്റ്. ഫയൽ നീക്കത്തിൽ വിവരം ലഭിച്ചെന്ന് നിയമസഹായ സമിതി. നടപടി പുരോഗമിക്കുന്നത് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന അപേക്ഷയിൽ. മുനമ്പം സമരം അവസാനിപ്പിക്കുന്നതിൽ സമരസമിതി 2 തട്ടിൽ. സമരം നിർത്താനുള്ള നിലപാട് 5 പേർ മാത്രം ചേർന്ന് തീരുമാനിച്ചതെന്ന് BJP അനുകൂലികൾ. നാളെ മുതൽ പുതിയ പന്തൽ കെട്ടി സമരം തുടങ്ങുമെന്നും പ്രഖ്യാപനം. സർക്കാരിന്റെ ഉറപ്പ് വിശ്വസിച്ചാണ് സമരം നിർത്തുന്നത് എന്ന് മുനമ്പം പള്ളി സഹവികാരി. നടിയെ ആക്രമിച്ച കേസിലെ പ്രതി ജീവനൊടുക്കാൻ ശ്രമിച്ചു. കൈഞ്ഞരമ്പ് മുറിച്ചത് 3ാം പ്രതിയായ മണികണ്ഠൻ. ജീവനൊടുക്കാനുള്ള ശ്രമം മദ്യപിച്ച് ബഹളം വെച്ചതിന് പോലീസ് കേസെടുത്തതിന് പിന്നാലെ നടിയെ ആക്രമിച്ച കേസിൽ വിധി വരുന്നത് ഡിസംബർ 8-ന്. പാലക്കാട് മുടപ്പല്ലൂരിൽ 5 പേരെ കടിച്ച തെരുവ് നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. നായ കടിച്ചവരിൽ 2 സ്കൂൾ വിദ്യാർത്ഥികളും. പ്രദേശത്തെ വളർത്തുനായകൾക്കും കടിയേറ്റു. പരിശോധന നടത്തിയത് നായയെ നാട്ടുകാർ തല്ലിക്കൊന്നതിന് പിന്നാലെ. കോഴിക്കോട് കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ പിടിയിൽ. വിജിലൻസിന്റെ പിടിയിലായത് ഒളവണ്ണ വില്ലേജ് ഓഫീസർ ഉല്ലാസ് മോൻ. ഭൂമി തരം മാറ്റുന്നതിന് ആവശ്യപ്പെട്ടത് 8 ലക്ഷം രൂപ. പിടിയിലായത് ആദ്യ ഗഡുവായ 50,000 രൂപ വാങ്ങുന്നതിനിടെ. ഓപ്പറേഷൻ നുങ്കൂറിൽ പിടിച്ചെടുത്ത മുഴുവൻ വാഹനങ്ങളും അമിത് ചക്കാലയ്ക്കലിന് വിട്ടു നൽകി കസ്റ്റംസ്. വാഹനങ്ങൾ നൽകിയത് കർശന ഉപാധികളോടെ. സംസ്ഥാനത്തിന് പുറത്ത് വാഹനങ്ങൾ ഓടിക്കരുതെന്നും കൈമാറ്റം പാടില്ല എന്നും നിർദ്ദേശം. അധികാര വടംവലിക്ക് വിരാമമിട്ട് കർണാടക കോൺഗ്രസിൽ സമവായം. സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി തുടരും. 2027-ൽ DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് ധാരണയായെന്ന് റിപ്പോർട്ട്. മഞ്ഞുരുകൽ DK സിദ്ധരാമയ്യ കൂടിക്കാഴ്ചയിൽ. അധികാര തുടർച്ച പരമപ്രധാന ലക്ഷ്യം എന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ. വിവാഹമെന്ന പുണ്യബന്ധത്തെ വാണിജ്യമാക്കുന്നത് സ്ത്രീധനമെന്ന് സുപ്രീം കോടതി. സാമൂഹിക പദവി പ്രദർശിപ്പിക്കാനുള്ള മാർഗമായി സ്ത്രീധനം മാറി. സ്ത്രീധന മരണങ്ങൾ അസ്വസ്ഥജനകം. കോടതിയുടെ നിരീക്ഷണം സ്ത്രീധനത്തിനായി ഭാര്യയ്ക്ക് വിഷം കൊടുത്ത പ്രതിയുടെ ജാമ്യം റദ്ദാക്കിക്കൊണ്ട്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേട് നടന്നെന്ന് യൂട്യൂബർ ധ്രുവ് രാത്രി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പുറത്തുവിട്ടത് 6 തെളിവുകൾ. തെറ്റെന്ന് തെളിയിക്കാൻ കമ്മീഷനോട് വെല്ലുവിളി. ഗൗരവമുള്ള തെളിവുകളെന്ന് KC വേണുഗോപാൽ. സ്ലീപ്പർ കോച്ചുകളിലും AC കോച്ചുകളിലേതിന് സമാനമായി തലയണയും വിരിപ്പും നൽകാൻ ദക്ഷിണ റെയിൽവേ തീരുമാനം. ജനുവരി 1 മുതൽ 10 ട്രെയിനുകളിൽ പദ്ധതി നടപ്പാക്കും. ഈടാക്കുക 50 രൂപ.
ഉത്തർപ്രദേശിൽ പുലിയെ പിടിക്കാൻ സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങി മോഷ്ടാവ്. കെണിയിൽ അകപ്പെട്ടത് പുലിയെ ആകർഷിക്കാൻ കൂട്ടിൽ കെട്ടിയിട്ട ആടിനെ മോഷ്ടിക്കാനുള്ള ശ്രമത്തിനിടെ മോഷ്ടിക്കാൻ എത്തിയത് അല്ലെന്ന് പിടിയിലായ പ്രദീപ്. ശ്രീലങ്കയിൽ കൊടിയ നാശം വിതച്ച് ഡിറ്റ്വ ചുഴലിക്കാറ്റ്. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മരണം 100 കടന്നു. നിരവധി പേരെ കാണാനില്ല. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 3000-ഓളം വീടുകൾ തകർന്നു. 18,000-ലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചു. മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം അവസാനിപ്പിക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ കടുത്ത നടപടികളുമായി ട്രംപ് ഭരണകൂടം. 19 രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റത്തിന് നിയന്ത്രണം. കുടിയേറ്റ ഇതര യാത്രകൾക്കും വിലക്ക്. കുടിയേറ്റ വിരുദ്ധ നയം കടുപ്പിക്കുന്നത് വൈറ്റ് ഹൌസിന് സമീപത്തെ വെടിവെപ്പിന് പിന്നാലെ. പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ സന്ദർശിക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് സഹോദരി കോടതിയിൽ. അലീമ ഖാൻ കോടതിയെ സമീപിച്ചത് ജയിൽ അധികൃതർ അനുമതി നിഷേധിക്കുന്ന സാഹചര്യത്തിൽ. ഇമ്രാന് ആപത്ത് സംഭവിച്ചാൽ രാജ്യത്ത് വൻ കലാപം ഉണ്ടാകുമെന്ന് അലീമയുടെ മുന്നറിയിപ്പ്. തുർക്കിയിലെ വിഖ്യാത ബ്ലൂ മോസ്ക് സന്ദർശിച്ച് പോപ്പ് ലിയോ 14 മോസ്ക് സന്ദർശിച്ചത് തുർക്കി മതകാര്യ സമിതി നേതാക്കൾക്കൊപ്പം. തുർക്കിയിൽ മാർപ്പാപ്പ എത്തിയത് ആദ്യ വിദേശ സന്ദർശനത്തിന്റെ ഭാഗമായി. മാർപ്പാപ്പ നാളെ ലെബനനിലേക്ക് തിരിക്കും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് വിവാഹിതനായി. ദീർഘകാല പങ്കാളിയായ ജോഡി ഹെയ്ഡനെ വിവാഹം ചെയ്തത് കാൻബറയിലെ സ്വകാര്യ ചടങ്ങിൽ. വിവാഹമോതിരം വഹിച്ചത് പ്രധാനമന്ത്രിയുടെ ടോട്ടോ എന്ന നായക്കുട്ടി. പദവിയിലിരിക്കെ വിവാഹിതനാകുന്ന ആദ്യ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായി ആൽബനീസ്. വാഹനാപകടം ഉണ്ടായിട്ടും നിശ്ചയിച്ച മുഹൂർത്തത്തിൽ വിവാഹം നടന്ന ആവണിയുടെ ആദ്യ പ്രതികരണം പുറത്ത്. വലിയ പ്രതിസന്ധിക്കിടെ ചേർത്തുപിടിച്ചവർക്ക് നന്ദി പറഞ്ഞ ആവണി. ആത്മവിശ്വാസം പകർന്നത് ആപത്തിൽ ഒപ്പം നിന്ന ഭർത്താവ് ഷാരൂൺ എന്നും ആവണി. വിവാഹ സൽക്കാരം നടത്തുക ഇനിയുള്ള മോഹം. പ്രേക്ഷകരെ ഞെട്ടിച്ച പ്രണവ് മോഹൻലാൽ ഹൊറർ ത്രില്ലർ DS ഏറെ OTT-യിലേക്ക്. ഡിസംബർ 5 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ്. രാഹുൽ സദാശിവൻ ചിത്രം OTT-യിലേക്ക് എത്തുന്നത് തിയേറ്ററുകളിൽ ഗംഭീര പ്രതികരണം നേടിയ ശേഷം. കളങ്കാവലിൽ മമ്മൂട്ടിയോടൊപ്പം തുല്യപ്രാധാന്യമുള്ള വേഷത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞത് മഹാഭാഗ്യമെന്ന് വിനായകൻ. ചിത്രത്തിലേക്കുള്ള മമ്മൂട്ടിയുടെ ശുപാർശ ജീവിതത്തിലെ തന്നെ ഭാഗ്യം. കളങ്കാവലിൽ തന്റേത് വ്യത്യസ്തമായ ശൈലിയെന്നും വിനായകൻ. വലിയ വാക്കാണ് അത്. അതിൻ്റെ അപ്പുറത്തൊന്നും ഇല്ല. മമ്മൂക്ക തന്നെ പറയുന്നത് വിനായകനെ വെച്ച് ചെയ്യിക്കുക. ജന്മത്തിലെ ഭാഗ്യങ്ങളാണ് അതെല്ലാം. പോയി 45ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ സമാന്തരങ്ങളെ അട്ടിമറിച്ചെന്ന് സംവിധായകൻ ബാലചന്ദ്ര മേനോൻ. അട്ടിമറിക്കു പിന്നിൽ മലയാള സിനിമയിലെ ചിലർ. ജൂറി അംഗമായിരുന്ന ദേവേന്ദ്ര ഖഡ്ഡെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. സിനിമയ്ക്ക് ലഭിക്കേണ്ടിയിരുന്നത് മികച്ച സംവിധായകനും നടനും അടക്കമുള്ള പുരസ്കാരങ്ങൾ. സോഷ്യൽ മീഡിയയിൽ വൈറലായി 70-കാരിയുടെ അതിശയിപ്പിക്കുന്ന ഡാൻസ് വീഡിയോ. ഫ്രണ്ട് ഫ്ലിപ്പ് ഉൾപ്പെടെ ചെയ്ത് മുത്തശ്ശി കാണികളെ അമ്പരപ്പിച്ചത് കല്യാണ ചടങ്ങിനിടെ. ഡാൻസ് കളിച്ചത് നരേന്ദ്ര ചഞ്ചലിന്റെ ദോ ഖൂണ്ട് എന്ന ഗാനത്തിനൊപ്പം. വനിതാ പ്രീമിയർ ലീഗിന്റെ മത്സരക്രമം പ്രഖ്യാപിച്ച് BCCI. ആദ്യ മത്സരം നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസും റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിൽ. 2 ഘട്ടങ്ങളായി നടക്കുന്ന മത്സരം നവി മുംബൈയിലും വഡോദരയിലും. ടൂർണമെന്റിൽ ആകെ 22 മത്സരങ്ങൾ.
ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്ക് തയ്യാറെടുത്ത് ഇന്ത്യ. റാഞ്ചിയിൽ പരിശീലനത്തിനിറങ്ങി ടീമുകൾ. ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം നാളെ.